ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ഓരോ ദിവസത്തിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഫ്രൈഡേ പറയുള്ളൂ. കാരണം വീട്ടിൽ പോകാൻ പറ്റുന്ന ദിവസം രാവിലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം നമ്മളെന്തായാലും നമ്മളതായ ലോകത്തായിരിക്കും. ആ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ സിമ്മിലുള്ള ആകെയുള്ള ആശ്വാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിനിമ അടിക്കാണ്ട്. അതുകൊണ്ട് എന്താ കുറേ സിനിമ ഈ ചുളിവിൽ കാണാം. എന്തെല്ലോ പ്രതീക്ഷ വെച്ച് പോയത് കൊണ്ടാ തോന്നുന്നു. വിചാരിച്ചതൊന്നും അങ്ങോട്ട് ശരിയായില്ല. ലൈറ്റായി വന്നാലും മൊയ്തിനെ പോലെ എത്തുന്ന എൻ്റെ സ്വന്തം ട്രൂ ഫ്രണ്ട് ആട്ടോ അത് ആതിര. സിനിമ ഉണ്ട് മൊയ്തായിരിക്കുമ്പോ ഞങ്ങളൊരു കാഴ്ച ഉണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ ലെസ്ബിയൻസ് ഉണ്ട്. പിന്നേരം കുറച്ചു നേരം പെണ്ണ് നോർമൽ അല്ലാത്ത പോലെ കൈയഴിച്ചോണ്ട് നിൽക്കേനു. അതൊക്കെ കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിലേക്ക് പോയി. വീട്ടിൽ പോകാൻ എല്ലാം സെറ്റാക്കി എടുക്കണം. അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് ഗീതുവിനെ കാത്തിക്കുന്നു. കാത്തുനിന്ന് ഞാൻ ചോർന്നു പോകാന്നല്ലാതെ അങ്ങനെ ഗീതു എത്തിയതിനു ശേഷം ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരെ അങ്ങ് ഇറങ്ങി. ഇനി ഇവിടുത്തെ പാണ്ടി ബസ്സും പിടിച്ച് നേരെ ബസ് സ്റ്റാൻഡിലെത്തുമ്പോഴത്തേക്ക് നല്ല നേരം വെയിറ്റ് ഉണ്ടാവും. 3 മണിക്ക് ഒരു ബസ് ഉണ്ട്. ബസ് അങ്ങ് പോയി കഴിഞ്ഞിട്ട് പിന്നെ 5 മണിക്കാണ് ബസ്. എല്ലാ പ്രാവശ്യവും മാനാഞ്ചിറ വഴി കറങ്ങി പോകുന്നത് ഞങ്ങൾ എന്താക്കി ഈ പ്രാവശ്യം ബൈപ്പാസ് വഴി പോകാന്നുള്ള പ്ലാനിങ്ങിലായി. കാരണം വേഗം എത്തുമല്ലോ. അങ്ങനെ ബൈപ്പാസിലേക്ക് കടന്നു ഞങ്ങൾ. എങ്ങനെയെങ്കിലുമൊക്കെ ബസ് ഇട്ട് വേഗം വീട്ടിലെത്തിയാൽ മതി എന്നുള്ള ഒരു ആഗ്രഹം മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നു. ഇവളെന്താ അട്ടത്തേക്ക് നോക്കി നിൽക്കുന്നതല്ല, കാക്കക്കാട്ടം മുഖമെന്ന് നോക്കിക്കുന്നു. അങ്ങനെ ബസ് കിട്ടി ഞങ്ങൾ ബസ് കയറി. ബസ് കിട്ടിയിട്ട് ഞങ്ങൾ എസ് ടി കൊടുത്ത സമയത്ത് ആ കട്ടപ്പം ഞങ്ങളെ മുഖത്തേക്ക് ഒരു നോട്ടം. 2 റുപ്യൊന്നും ഇപ്പൊ ഈ ലോകത്ത് ആരും എടുക്കാറില്ലല്ലോ. എന്നിട്ട് മൂപ്പര് ആ 2 റുപ്യ വാങ്ങിയിട്ടാ പോയിരുന്നത്. എസ് ടിക്കാരെ കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഇവർക്കൊക്കെ ഭയങ്കര ഇളക്കാം. നമ്മളെന്താ തീവ്രവാദിയാണല്ലോ, നമ്മൾ തീവ്രവാദികളെ പോലെ കാണുന്നത്. എല്ലാ മനുഷ്യന്മാരെ പോലെ തന്നെ നമ്മൾ പഠിക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ എസ് ടി കൊടുക്കുന്നത്. അതൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇവർക്കൊന്നും ആയിട്ടില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബസ്സങ്ങ് എടുത്ത സമയത്ത് ഞാൻ കുറെ ബിങ്കോ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. കാരണം അവിടെ വരെ എങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പോകണ്ടേ. വർത്താനം പറയാൻ ആരില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും തിന്നെങ്കിലും ഇരിക്കണം, എന്നാലേ കുറച്ച് സമാധാനമുള്ളൂ. 1 മണിക്കൂർ തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ഉറക്കുന്നു. പിന്നെ ചോര എത്തിയപ്പോഴാണ് ഞാൻ കണ്ണുറക്കുന്നത് തന്നെ. ചോര എത്തിക്കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ ബ്ലോക്ക് കഴിഞ്ഞ് മേലെ എത്തിയപ്പോൾ ഭയങ്കര സുന്ദരമായ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ നേരം അങ്ങിരുന്നു. അട്ടത്തുനിന്ന് കണ്ണെടുത്ത് കണ്ണൊന്ന് ഉരുട്ടി നോക്കിയപ്പോഴേ ഞാനൊരാളെ കണ്ടത്, എൻ്റെ നാത്തൂനെ. അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പോക്ക് സീറ്റിട്ട് പോളിരുന്നു. പിന്നെ കൽപ്പറ്റത്തിന് ശേഷം നമ്മൾ കൂടുതലായിട്ട് സംസാരിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോണ്ട് ഞങ്ങളെ കൂടെ പഠിച്ച കുറേ ആൾക്കാരെ കണ്ട്. അങ്ങനെ ഓരൊക്കെ കണ്ട് കുറച്ച് ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് അങ്ങ് വിട്ട്. 2 ദിവസം ലീവുള്ള കൊണ്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നടക്കുമോയെന്ന് അറിയില്ല. എന്നാലും നമുക്ക് ആഗ്രഹിക്കാമല്ലോ. അങ്ങനെ വീട്ടിൽ പോയിട്ട് വേണം ഒന്ന് റെസ്റ്റ് എടുക്കാം. റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള പ്ലാനുകൾ കുറേ വീഡിയോ ഒന്നും ഞാൻ എടുക്കും. പക്ഷെ ഒന്നങ്ങ് പോസ്റ്റ് ഇടാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരമില്ല. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.